സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ വേ ടു ഹെവൻ എന്ന യൂട്യൂബ് ചാനലിലെ പരമ്പരകൾ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയ വ്യൂവേഴ്സിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വിഷയവുമായിട്ടാണ്. ലോകമെമ്പാടുമുള്ള അനേക ക്രിസ്തീയ വിശ്വാസികൾ ഡിസംബർ 25-നാണ് യേശു ജനിച്ചത് എന്ന വിശ്വാസത്താൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. യേശു എന്ന ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ഡിസംബർ 25-ന് തന്നെയാണോ ജനിച്ചത്, അതോ ഡിസംബർ 25-ന് ജനിച്ചത് മറ്റാരെങ്കിലും ആയിരുന്നോ? യേശു എന്ന ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചോ? അതിനെന്താണ് തെളിവ്? ഇങ്ങനെ തുടങ്ങിയ ചില ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിൽ കൂടി നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മൾ ജനിച്ച അതേ ദിവസത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ യേശു ഡിസംബർ 25-നാണ് ജനിച്ചത് എന്നറിയുവാൻ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും രേഖകളുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച്, ChatGPT, വിക്കിപീഡിയ നമുക്കൊന്ന് പരിശോധിച്ചാലോ? നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ഓർ ChatGPTയോട് ഒന്ന് ചോദിച്ചു നോക്കൂ, ദ എക്സാക്ട് ഡേറ്റ് ഓഫ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരും നിങ്ങൾക്ക് ഡിസംബർ 25 എന്ന ഉത്തരം തരില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും യേശു ജനിച്ച ദിവസത്തെക്കുറിച്ചുണ്ടോ എന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ഭൂമിയിൽ ജനിച്ചതായിട്ട് വായിക്കുന്നു. എന്നാൽ എന്നാണ് ജനിച്ചതെന്ന് പറയുന്നില്ല. ബൈബിൾ പണ്ഡിതന്മാർ വേദപുസ്തകത്തിലെ തന്നെ ചില ചരിത്ര സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യേശു ജനിച്ച വർഷവും കാലവും കണക്കാക്കിയത്. അത് തെളിയിക്കുവാൻ അന്ന് ജീവിച്ചിരുന്ന ഹെരോദ രാജാവിന്റെ ഭരണകാലം വളരെ പ്രധാനമാണ്. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമ സാമ്രാജ്യത്തിന്റെ പിന്തുണയോടെ ഏതാണ്ട് 37 വർഷം, അതായത് ക്രിസ്തുവിന് മുമ്പ് BC 37 മുതൽ BC 4 വരെ യഹൂദ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഹെരോദാവ്. ചരിത്രം വെളിപ്പെടുത്തുന്നത് BC 4-ൽ അദ്ദേഹം മരിച്ചു എന്നാണ്. യേശുവിൻ്റെ ജനനവും ഹെരോദാവിൻ്റെ ഭരണകാലത്തായിരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 15 വരെ വായിക്കുമ്പോൾ രാജാവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് BC 4-ൽ ഹെരോദ രാജാവിന്റെ മരണത്തിന് മുൻപ് ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിരിക്കുന്നു എന്നാണ്. യേശു ജനിച്ചത് യഹൂദയിലെ ബെത്ലഹേമിലായിരുന്നു എന്ന് ചില ചരിത്ര രേഖകളിൽ കൂടി നമുക്ക് കേൾക്കാം. ആഭ്യന്തര യുദ്ധത്തിന് ശേഷം റോമ സാമ്രാജ്യത്തിൽ സ്ഥിരതയും സമാധാനവും കൊണ്ടുവന്ന ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ് സീസർ. അദ്ദേഹത്തിന്റെ ഭരണകാലം 27 BC മുതൽ 14 AD വരെ ആയിരുന്നു. രാജാവിന്റെ ഭരണകാലത്തായിരുന്നു സെൻസസ്, അതായത് ജനസംഖ്യ രജിസ്ട്രേഷൻ നടത്താൻ കൽപ്പന വന്നത്. ലൂക്കോസ് 2-ന്റെ 1 വായിക്കുമ്പോൾ ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഇതിനായി എല്ലാവരും തങ്ങളുടെ പൂർവികരുടെ പട്ടണത്തിലേക്ക് പോകേണ്ടതായിരുന്നു. ലൂക്കോസിന്റെ 2-ാം അധ്യായം 1-ൽ വായിക്കുന്നത് പോലെ ഗർഭിണിയായിരുന്ന മറിയയും കൊണ്ട് യോസേഫ് ബെത്ലഹേമിൽ എത്തിച്ചേർന്നു. അവർ അവിടെ ആയിരിക്കുമ്പോൾ മറിയയ്ക്കു പ്രസവകാലം തികഞ്ഞു. അന്നു രക്ഷകനായ യേശു ജനിച്ചു. അവർക്ക് തങ്ങുവാൻ എവിടെയും സ്ഥലം ലഭിച്ചിരുന്നില്ല. എന്നാൽ പശുക്കൾക്കായി ഒരുക്കിയിരുന്ന ഒരു തൊഴുത്ത് കണ്ടു. ആ തൊഴുത്തിലെ പശുത്തൊട്ടിയിൽ ശീലകൾ ചുറ്റി കുഞ്ഞിനെ കിടത്തി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ കൃത്യമായ സമയമോ ദിവസമോ എവിടെയും രേഖപ്പെടുത്തുന്നില്ല. യേശു ബെത്ലഹേമിൽ ജനിച്ച രാത്രിയിൽ ഇടയന്മാർ തങ്ങളുടെ ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു എന്ന് ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. അതിനാൽ അതൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈ വാക്യം നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ യേശു ജനിച്ചത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ അല്ലായിരുന്നു എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇസ്രായേൽ എന്ന സ്ഥലത്ത് ആട്ടിടയന്മാർ ആടുകളെ കാവൽ കാത്തിരുന്ന കൂടാരത്തിനുള്ളിലും പുറത്തും പാർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നവംബർ മുതൽ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വരെ നല്ല കനത്ത മഴയും തണുപ്പുമുള്ള കാലാവസ്ഥയാണ്. ഈ സമയത്ത് ആട്ടിടയന്മാർ രാത്രിയിൽ ആടുകളെ കാവൽ കാത്ത് തൊഴുത്തിലോ കൂടാരത്തിനകത്തോ പാർക്കും, പുറത്തു വരാറില്ല. എന്നാൽ വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മുതൽ ഒക്ടോബർ മാസം വരെ ആടുകളെ കാവൽ കാത്ത് കൂടാരത്തിന് പുറത്തു പാർക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യപ്രകാരം ഇടയന്മാർ രാത്രിയിൽ ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അതിനാൽ അതൊരു ഡിസംബർ മാസം അല്ലായിരുന്നു എന്നതിന് ഏറ്റവും നല്ല തെളിവാണ്. എൻ്റെ ഒരു സംശയമാണ്,
യേശു ജനിച്ച ദിവസത്തിന്റെ രേഖ എവിടെ ഇല്ലാഞ്ഞിട്ടും എന്തിനാണ് ഡിസംബർ 25-ന് യേശു ജനിച്ച ദിവസമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ക്രിസ്ത്യ സഭകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? റോമാ സാമ്രാജ്യത്തിന്റെ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ 4 നൂറ്റാണ്ട് വരെ, അതായത് AD 31 മുതൽ 313 വരെ, ക്രിസ്തീയ സഭ ഭയാനകമായ പീഡനങ്ങളും രക്തസാക്ഷിത്വവും നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. മതപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാൽ ഏകദേശം 30 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ അതിക്രൂരമായ പീഡനങ്ങളാൽ കൊല്ലപ്പെടുകയുണ്ടായി. ശിരച്ഛേദം ചെയ്യപ്പെട്ടവരും തീയിൽ ചുട്ടിരിക്കപ്പെട്ടവരും സിംഹങ്ങൾക്ക് ഭക്ഷണമായവരും വാളാൽ കൊല്ലപ്പെട്ടവരും എത്രയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ക്രിസ്ത്യാനിത്വത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ അക്കാലങ്ങളിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ പരിശ്രമിച്ചു. ഏറ്റവും രൂക്ഷമായ പീഡനകാലമായിരുന്നു AD 284 മുതൽ 313 വരെ ഭരിച്ചിരുന്ന ഡയോക്ലിഷ്യന്റെയും ഗലേറിയസിന്റെയും ഭരണകാലം. എന്നാൽ രക്തരൂഷിതമായ പീഡനവേളയിലും ക്രിസ്ത്യ സഭ വിശ്വാസത്തിൽ സമ്പന്നമായിരുന്നു. പീഡനം കൊണ്ട് ക്രിസ്ത്യ സഭയെ തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് റോമൻ ഭരണകൂടത്തിന് മനസ്സിലായി. AD 306 മുതൽ 337 വരെ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. ഒരു ക്രിസ്ത്യാനിയായതിനെ തുടർന്ന് AD 313-ൽ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം അവസാനിപ്പിച്ച് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി ആയതോടെ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം തൻ്റെ പടയാളികളെയെല്ലാം ക്രിസ്തുമതത്തിൽ ചേർത്തു. അതുമാത്രമല്ല, സകല ജനങ്ങളും ക്രിസ്ത്യാനികളായി മതപരിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ക്രിസ്ത്യ സഭ രാഷ്ട്രീയമായും കാവ്യമതമായും അനുരഞ്ജനത്തിലായി. ജാതികളുടെ ആചാരങ്ങൾ സഭയ്ക്കുള്ളിൽ കടന്നു വന്നു. അവരുടെ പ്രധാന 2 വാർഷിക ഉത്സവങ്ങളും സൂര്യദേവനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനെ ഉപേക്ഷിക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. മിത്ര എന്ന സൂര്യദേവനെ ആരാധിച്ചുകൊണ്ടിരുന്ന റോമൻ സംസ്കാരത്തിൽ ആ സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ 25 ഇതിനകം വളരെ പ്രാധാന്യമുള്ള ദിവസമായിരുന്നു. ദൈവപുത്രനായ യേശു ഭൂമിയിൽ എന്തിനു വേണ്ടി ജനിച്ചു, ആർക്കു വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു തുടങ്ങി വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിനെ അറിയാതെ ഹൃദയത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകാതെ തന്നെ വലിയൊരു സമൂഹം മതപരിവർത്തനം ചെയ്ത് പേരിന് ക്രിസ്ത്യാനികളായി മാറിയവരും അന്നുണ്ടായിരുന്ന ക്രിസ്തീയ സഭയെയും ഒന്നിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ 25 യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായി കൂട്ടിച്ചേർത്ത് ആഘോഷിക്കണം എന്ന ആശയം രാജാവ് മുന്നോട്ട് കൊണ്ടുവന്നു. ഈ കാലയളവിൽ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ മതപരവും രാഷ്ട്രീയവുമായ പൂർണ്ണ അധികാരം സഭയുടെ കരങ്ങളിൽ വന്നെത്തി. സഭ രാജകീയ കൽപ്പന പ്രകാരം റോമിലെ ബിഷപ്പിനെ മാർപ്പാപ്പയായി വാഴിച്ചു. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അനുമതിയോടെ ജൂലിയസ് 1-ാമൻ മാർപ്പാപ്പ AD 336-ൽ ഡിസംബർ 25 യേശുവിന്റെ ജന്മദിനമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്തുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു ജനിച്ച ദിവസമോ സമയമോ രേഖപ്പെടുത്തിയിട്ടില്ല? യേശുവിന്റെ അമ്മ മറിയയ്ക്ക് കൃത്യമായ യേശുവിന്റെ ജന്മദിനം അറിയാമായിരുന്നിരിക്കണം. പെന്തക്കോസ്ത് നാളിനു മുമ്പും അതിനുശേഷവും യേശുവിന്റെ അമ്മ മറിയ ശിഷ്യന്മാരോടൊപ്പം യെരുശലേമിലായിരുന്നതായി കാണുന്നു. അപ്പോസ്തലന്മാരാരും യേശു ജനിച്ച ദിവസം, ദുഃഖവെള്ളി, ഉയർപ്പിനാൾ ഒന്നും ആഘോഷിച്ചതായി കാണുന്നില്ല. ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭ ക്രിസ്മസ് ആഘോഷിച്ചതായി കാണുന്നില്ല. ക്രിസ്മസ് ആഘോഷം തുടങ്ങിയത് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് 300 വർഷങ്ങൾക്ക് ശേഷമാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം പ്രവചിച്ചിരിക്കുകയാണ്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കർത്താവിൻ്റെ വരവിനു വേണ്ടി ലോകം ഒരുങ്ങുന്നതിനായി ദൈവം രാഷ്ട്രങ്ങളെയും മനുഷ്യ മനസ്സുകളെയും ഒരുക്കി. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ കേട്ടതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല എന്നല്ലേ? വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിക്കേണ്ടിയിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല യേശുക്രിസ്തു, ദൈവപുത്രനായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് കർത്താവായ യേശുവിന്റെ ജനനം, മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം എന്നിവ അംഗീകരിച്ചും വിശ്വസിച്ചും കൊണ്ട് വീണ്ടും വരാൻ പോകുന്ന കർത്താവായ യേശുവിനെ എതിരേൽപ്പാൻ ഓരോ ദിവസവും ഒരുങ്ങുകയത്രേ വേണ്ടത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.